ഗുഡ്നസ് ടിവിയുടെ ലീഡർ എന്ന പ്രോഗ്രാമിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം. 53 വർഷക്കാലം പുതുപ്പള്ളിക്കാർ ഏറെ സ്നേഹത്തോടെ നെഞ്ചിലേറ്റിയ മൺമറഞ്ഞു പോയ ശ്രീ ഉമ്മൻചാണ്ടി സർ, അദ്ദേഹത്തിന് നൽകിയ അതേ സ്നേഹവും കരുതലും നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി കടന്നു വന്ന പ്രിയപുത്രൻ ശ്രീ ചാണ്ടി ഉമ്മനെയും ഏറെ സ്നേഹത്തോടെയാണ് അവർ സ്വീകരിച്ചത്. സമകാലീന വിഷയങ്ങളിൽ വ്യക്തമായ തൻ്റെ നിലപാടുകൾ പുലർത്തിക്കൊണ്ട് അദ്ദേഹം വീണ്ടും ജനശ്രദ്ധയെ ആകർഷിക്കുന്നു. ലീഡറിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് ശ്രീ ചാണ്ടി ഉമ്മൻ MLA ആണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. സാറിൻ്റെ ചെറുപ്പകാലത്തിൽ നിന്ന് ആരംഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും കുഞ്ഞായിരുന്ന സമയത്ത് പിതാവ് മുഖ്യമന്ത്രിയായിട്ടും മന്ത്രിയായിട്ടും ഒക്കെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. ആ ഒരു സമയത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന രാഷ്ട്രീയമായിട്ടുള്ള തിരക്കുകൾ, ഒരു മകന് ലഭിക്കേണ്ട സ്നേഹവും വാത്സല്യവും അതൊക്കെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. അല്ല, അന്നൊന്നും നമുക്ക് ഇതൊന്നും അങ്ങനെ ഒരു മിസ്സിങ് ആയിട്ട് തോന്നി. ഇന്ന് ചിലപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഇച്ചിരി ഞങ്ങൾ കൊടുത്ത സമയം ഉണ്ടായിരുന്നെങ്കിൽ നന്നായെന്ന് തോന്നാറുണ്ട്. കാരണം അന്ന് കാണാറേ ഇല്ല ആളെ, അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു മിസ്സിങ് ഉണ്ടാവുന്നില്ലല്ലോ. അമ്മ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അത് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നാറുണ്ട്. പിന്നീട് പഠനം പൂർത്തിയാക്കിയത് തിരുവനന്തപുരം, ബാംഗ്ലൂർ, ഡൽഹി, ലണ്ടനിലൊക്കെ ആയിട്ടാണ്. ആ ഒരു കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നു, അല്ലെങ്കിൽ പിതാവിൻ്റെ തിരക്കുകൾ കാണാൻ കിട്ടുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ തിരക്കുകൾക്കിടയിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള തിരക്കുകൾ അറിഞ്ഞു വന്നിരുന്ന ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു രംഗപ്രവേശം ഉണ്ടാകും എന്ന് പിതാവിൻ്റെ മരണം വരെയുള്ള ആ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നു? അല്ല, ഞാൻ രാഷ്ട്രീയത്തിൽ തന്നെയാണോ കഴിഞ്ഞ 23 വർഷം, അദ്ദേഹം മരിക്കുന്നവരെയും ഞാൻ 2000 തൊട്ട് 23 വർഷക്കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം ഒരു പുതിയ ഒരു രംഗമല്ല. ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം പതിറ്റാണ്ടുകളായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നെ നാച്ചുറലായിട്ടൊരു എൻട്രൻസ് എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ എന്നും ഉണ്ടായിരുന്നു. ഇലക്ട്രൽ ഫീൽഡിലോട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണെന്ന് മാത്രമേ ഉള്ളൂ. 53 വർഷക്കാലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിതാവിനെ ഏറെ സ്നേഹത്തോടെ പുതുപ്പള്ളിക്കാർ നെഞ്ചിലേറ്റിയിരിക്കുകയായിരുന്നു. പിതാവിൻ്റെ മരണശേഷം ഒരു നിയോഗം പോലെ ആ ഒരു സ്ഥാനം നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരുന്നു അതിനെ കണ്ടിരുന്നത്? ഞാൻ പറയുന്നത് 53 വർഷമല്ല, 55 വർഷം. 53 വർഷം കഴിഞ്ഞ് ഈ 2 വർഷവും പുതുപ്പള്ളിക്കാർ അതേ സ്നേഹത്തിലാണ് അദ്ദേഹത്തെ കരുതുന്നത്. അതാണ് എന്നോടുള്ള സ്നേഹം. അതാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ആൾക്കാർ ചെന്ന് അവരുടെ സ്നേഹം, അവരുടെ കുടുംബത്തിൻ്റെ അംഗമാണ് അവിടെ ഉള്ളത് എന്നുള്ള സ്നേഹമാണ് അവർ പഠിപ്പിക്കുന്നത്. ഞാൻ രാവിലെ ആണെങ്കിൽ വൈകിട്ടാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ടാണ് എൻ്റെ ദിനചര്യ പുതുപ്പള്ളിയിലുണ്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടുത്തുകാരും അങ്ങനെയാണ്. അവരുടെ ഒരു കുടുംബത്തിലെ ആത്മമിത്രം അല്ലെങ്കിൽ ആത്മബന്ധു ഉള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് പലരും അവിടെ ചെല്ലുന്നതും അദ്ദേഹത്തിനുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഇത്രമേൽ സ്വീകാര്യനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് ക്വാളിറ്റിയാണ് ജീവിതത്തിൽ സ്വായത്തമാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കരുതൽ, അദ്ദേഹത്തിൻ്റെ ക്ഷമ, അദ്ദേഹത്തിന് മറ്റുള്ള സഹാനുഭൂതി, മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുന്നത്, അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വളരെ മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ കാര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായിരിക്കും തീർച്ചയായിട്ടും. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് വിവാദങ്ങളിൽ, പ്രത്യേകിച്ച് സോളാർ സ്കാം പോലെയുള്ള കേസുകളിൽ, അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പിതാവിൻ്റെ നിലപാടുകൾ എന്താണ്, അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ എങ്ങനെയാണ് അതിനെ പിതാവ് കണ്ടിരുന്നത്? അങ്ങനെ വിവാദം ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല. അത്രയ്ക്ക് ശാന്തതയോടും അത്രയ്ക്ക് ധൈര്യത്തോടു കൂടിയാണ് അദ്ദേഹം. അതിനെ ഒന്ന് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് പോലും തോന്നുന്നില്ല. പലരും പറഞ്ഞിട്ടുണ്ട് വളരെ മോശമായി സംസാരം. പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. അത് ദൈവത്തിൻ്റെ വലിയൊരു കരുതലും സ്നേഹവും അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുമാണ്. ഞാൻ നിലമ്പൂരിലെ ഇലക്ഷനിലേക്ക് വരികയാണ്. അപ്പോൾ നിലമ്പൂരിലായാലും പുതുപ്പള്ളിയിലായാലും ഇലക്ഷൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വീടുകൾ കയറി ഇറങ്ങി ജനങ്ങളുമായിട്ട് ഇടപഴകുക, ഇത് വളരെ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ 3000-ലേറെ വീടുകൾ കയറി ഇറങ്ങി. അന്ന് കൂടെയുള്ള പ്രവർത്തകരൊപ്പം എത്താനായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു എന്നുള്ള രീതിയിൽ വരെ മാധ്യമങ്ങൾ ആ വാർത്ത
ശ്രദ്ധേയമായിരുന്നു അത്. അപ്പോൾ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അതായത് ഒന്ന്, കോൺഗ്രസിൻ്റെ ഒരു MLA അവിടെ നിന്ന് വരണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹവും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. മറ്റൊന്ന്, ശാരീരികമായിട്ട് ഫിറ്റ്നസ്സിന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അല്ല, ഞാനത് എന്നെ സംബന്ധിച്ചൊരു പുതിയ കാര്യമല്ല നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, 25-ാം വർഷമാണ് ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഒരു ജൂബിലിയാണത്. ആ ജൂബിലി വർഷം തന്നെ എനിക്കിങ്ങനെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എനിക്കറിയാം, നിലമ്പൂരിൽ മാത്രമല്ല, എൻ്റെ ഈ മണ്ഡലത്തിൽ, എൻ്റെ വാർഡിൽ, ആ വാർഡിൽ നിന്നാണ് നാരായൺ സാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വീട് കയറി തുടങ്ങിയത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇത് എൻ്റെ പിതാവിനെ അനുസ്മരിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ അന്ന് തൊട്ട് ഈ നാട്ടിലും അന്യ സംസ്ഥാനങ്ങളിലും കർണാടക തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ വീടുകൾ കയറുന്നുണ്ടായിരുന്നു. ആദരണീയനായ രാഹുൽജി നമ്മുടെ എല്ലാം പ്രതീക്ഷയാണ്. അദ്ദേഹം നടന്നപ്പോൾ അതിനോട് 4000 കിലോമീറ്റർ നടന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടോ മാധ്യമ ശ്രദ്ധ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ പ്രത്യേകിച്ചൊരു പുതിയൊരു കാര്യം അതിനകത്തില്ല. അപ്പോൾ അതിനകത്ത് പാർട്ടി ജയിക്കുക എന്നുള്ളത് എന്നും എന്ന നിലപാടാണ്. പിന്നെ രണ്ടാമത് അധികാരത്തിൽ വരേണ്ട ഒരു സാഹചര്യം, അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. പിന്നെ ഫിറ്റ്നസ് അതിൻ്റെ പാർട്ടായിട്ട്, ബൈ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാവുന്നതേ ഉള്ളൂ. 2026 കേരളം ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് ഗുണകരമാവും, അതോ കുറെ കൂടെ ഇമ്പ്രൂവ് ആവാനുണ്ടോ? എങ്ങനെയായിരിക്കും 2026 ഇലക്ഷൻ്റെ ഫലപ്രഖ്യാപനം കഴിയുമ്പോഴുള്ള കേരളത്തിൻ്റെ മുഖച്ഛായ എന്നാണ് പ്രതീക്ഷിക്കുന്നത്? 26 ഒരു സംശയമില്ലാതെ UDF അധികാരത്തിൽ വരും. അതിനുള്ള ട്രെൻഡാണ് ഇന്ന് നിൽക്കുന്നത്. സാധാരണക്കാരുടെയിൽ, ഏറ്റവും താഴെക്കടിയുള്ള ജനങ്ങളുടെയിൽ, മിഡിൽ ക്ലാസ്സിനിടയിൽ, എല്ലാ വിഭാഗം ജനങ്ങളും ഇന്ന് വലിയ പ്രതീക്ഷയോടാണ് കോൺഗ്രസ്സിൽ നോക്കുന്നത്. ആ പ്രതീക്ഷ കോൺഗ്രസ് ആഴ്ന്നിറങ്ങും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം. UDF ഒറ്റക്കെട്ടായി നിൽക്കും, നിലമ്പൂർ ആവർത്തിക്കും, അതിന് സംശയമില്ല. നിലവിലുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണോ പോകുന്നത്? പ്രസ്ഥാനത്തിനിടയിൽ തന്നെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉള്ളതായിട്ട് നമുക്കറിവുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള പ്രവർത്തനങ്ങൾ മതിയാകുമോ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട്? ഒരു കുടുംബത്തിൽ തന്നെ അസ്വാരസ്യങ്ങളില്ലേ? പിന്നെ കുടുംബത്തിൽ നിന്ന് എത്രയോ വലിയ ഒരു അംഗസംഖ്യയുള്ള ഒരു പ്രസ്ഥാനമാകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ശക്തമായി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അത് നിലമ്പൂരിൽ കണ്ടു. ചില അഭിപ്രായ വ്യത്യാസം അവിടെ വെച്ച് പാർട്ടിയെ ബാധിക്കുന്നതല്ല. അതിനെയൊക്കെ മറികടന്ന് UDF സർക്കാർ ഉണ്ടാക്കും. അതിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം കാണുന്നത്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി കുടുംബസംഗമങ്ങൾ നടത്തിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട, വലിയ വിജയം ഉണ്ടാകും. പുതുപ്പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ പിതാവും മകനുമായിട്ടുള്ളൊരു കമ്പാരിസൺ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. പിതാവിനെ പോലെ അത്രമേൽ അവൈലബിൾ ആകാനായിട്ട് മകന് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ വികസനപരമായിട്ട് നോക്കുമ്പോൾ പുതുപ്പള്ളി കുറെ കൂടെ വികസിക്കാനുണ്ട് എന്നുള്ള അഭിപ്രായത്തിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പുതുപ്പള്ളി വികസിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ആരാ ഭരിക്കണേ ഇവിടെ? പുതുപ്പള്ളി വികസിക്കാനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തലപ്പാടിയിൽ എൻ്റെ പിതാവ് സ്വപ്നം കണ്ടതാണ്. 9 വർഷമായി ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. പാമ്പാടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് തറക്കല്ലിട്ടിട്ട് 4 വർഷം എൻ്റെ പിതാവ് ഇരിക്കുമ്പോൾ തറക്കല്ലിട്ടതാണ്. 2 മന്ത്രിമാർ വരും, 2 മന്ത്രിമാരും തറക്കല്ലിട്ടു. ആ കല്ല് അവിടെ തന്നെ കിടപ്പുണ്ട്. കല്ല് കാണാതായിരുന്നു, തിരിച്ച് കണ്ടുപിടിച്ചു. പേരെല്ലാം അതിനകത്തുണ്ട് എന്ന് ഞാൻ അസംബ്ലി പറഞ്ഞു. അവിടെ കല്ലിൻ്റെ പുറത്തൊരു കല്ല് പോലും ഈ സർക്കാർ വെച്ചിട്ടില്ല. അപ്പം പാറക്കടവ് പാലം 9 വർഷം ഉമ്മൻചാണ്ടി സർക്കാർ തൂണ് വരെ എത്തിച്ചതാണ്. അതിൻ്റെ പുറത്ത് ഒരു കല്ലെടുത്ത് വെക്കുവാൻ 9 വർഷമായി സർക്കാരിന് സാധിച്ചിട്ടില്ല. ഈ റോഡുകൾ, PWD റോഡുകൾ 4 നാക്കൽ മുതൽ മണ്ടനാട് വരെ ഞാൻ പലതവണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഈ റോഡ് നന്നാക്കണം. ചെയ്യില്ല.
ആരാണ് ഉത്തരവാദി? എം എൽ എ ആണോ? ഇതിനൊക്കെ ഉത്തരവാദി കേരള സർക്കാരാണ്. കേരള സർക്കാരിന് താല്പര്യമില്ല, ഇവിടുത്തെ വികസനത്തിൽ താല്പര്യമില്ല, മാറ്റങ്ങളിൽ താല്പര്യമില്ല. അതുകൊണ്ട് സർക്കാർ മാറുമ്പോൾ പുതുപ്പള്ളിയുടെ വികസനവും സാധ്യമായിരിക്കും. അതിന് ഉത്തരവാദിത്തം ഞങ്ങളെല്ലാം ചേർന്നെടുക്കും. ഇതുപോലെ ജനങ്ങളിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്ന ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല. ആ സർക്കാർ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല. പിന്നെ പിതാവുമായിട്ടുള്ള കമ്പാരിസൺ ആണെങ്കിൽ അത് എനിക്ക് സന്തോഷമേ ഉള്ളൂ, സ്വാഗതം ഞാൻ ചെയ്യുന്നു. പക്ഷെ പിതാവുമായിട്ട് കമ്പയർ ചെയ്താൽ ഒരിക്കലും ഞാനെത്തത്തില്ല. പക്ഷെ മറ്റൊരു വ്യത്യാസമുണ്ട്. ഞാൻ 7 ദിവസം ഈ മണ്ഡലത്തിൽ താമസിക്കണേ. അദ്ദേഹം 2 ദിവസം ഉള്ളായിരുന്നെങ്കിൽ ഞാൻ 7 ദിവസമുണ്ട്. ആരാണ് ഈ പറയുന്നത് എനിക്കറിയില്ല. അപ്പം 7 ദിവസവും ഞാൻ മണ്ഡലത്തിലുണ്ട്. മാത്രമല്ല ഇവിടെ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 50 വീടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 45 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ടേം എം എൽ എ ആണെന്ന് നിങ്ങൾ ഓർത്തോ? അത് ഞാൻ പറയുള്ളൂ. ഞാൻ നിമിഷപ്രിയയുടെ കേസിലേക്ക് കടക്കുകയാണ്. കേരള സർക്കാരിൻ്റെ ഇടപെടലുകളേക്കാൾ കൂടുതലായിട്ട് മാധ്യമശ്രദ്ധയും ജനശ്രദ്ധയും ആകർഷിച്ച ഒന്നായിരുന്നു താങ്കൾ നടത്തിയ ഇടപെടലുകൾ. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറ് രോഗാവസ്ഥയിലായിരുന്ന സമയത്ത് പോലും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചിരുന്നു. ഇതിനെപ്പറ്റി എന്താണ് സംസാരിക്കാനുള്ളത്? അല്ല, നിമിഷപ്രിയയുടെ മോചനമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം. ഇപ്പം ഭൂമിയിലെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം അതായിരുന്നു. ആഗ്രഹം നിവൃത്തിയാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം വന്നത് നിങ്ങൾക്കറിയാം, ജൂലൈ 18-നാണ്. 16-നാണ് നിമിഷപ്രിയയുടെ എക്സിക്യൂഷൻ ഡേറ്റ് വെച്ചത്. പക്ഷെ 15-ന് അത് സ്റ്റോപ്പ് ചെയ്തു. അതിന് ഒത്തിരി പേരുടെ ഇടപെടൽ, ഒത്തിരി പേരുടെ കരുതൽ, അതിൻ്റെതായ കേരള ഗവർണർ, അദ്ദേഹത്തിന് വലിയ റോളുണ്ട്. എംബസിക്ക് വലിയ റോളുണ്ട്. ശ്രീ സുഹൈൽ അജാസ് ഖാൻ ആണ് അവിടുത്തെ അംബാസിഡർ. അതുപോലെ അബു മാത്തൻ ജോർജ്, അവിടുത്തെ DCM, ഡെപ്യൂട്ടി ചീഫ് മിഷൻ, അവരെയൊക്കെ വലിയ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് അവസാന ദിവസം നമുക്ക് നിർത്തിവെക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ നിമിഷപ്രിയയുടെ അമ്മയെ കൊണ്ട് 2 വർഷമായുള്ള ശ്രീ സാമുവൽ ജെറോം, അദ്ദേഹവും ഇതിനകത്ത് വലിയ ഒരു രീതിയിൽ പങ്ക് 2 വർഷമായി വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട. ഇവരുടെയൊക്കെ സജീവമായിട്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫ് അവർ വർഷങ്ങളായി എല്ലാ ജനപ്രതിനിധികളെ കണ്ടും മന്ത്രിമാരെ കണ്ടും കാര്യങ്ങൾ സംസാരിക്കുന്നു. അതുപോലെ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹവും അവിടുത്തെ സ്പിരിച്വൽ ജുഡീഷ്യൽ മേഖലകളിൽ അവിടുത്തെ ആൾക്കാരുമായി സംസാരിച്ച് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ ഇതിനകത്ത് പറയാനുള്ളത്, കുറേ പേര് ഇതിനകത്ത് കുഴപ്പമുണ്ടാക്കാനും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരാൾ വന്നിട്ട് അവകാശവാദങ്ങൾ പറയുകയും കാന്തപുരം ഉസ്താദിനെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല. ദയവ് ചെയ്ത് എനിക്ക് ഈ ഒരു മാധ്യമത്തിലൂടെ പറയാനുള്ളത്, ഈ കാര്യത്തിൽ ദയവ് ചെയ്ത് കൂടുതൽ പബ്ലിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും പബ്ലിക്കായിട്ടുള്ള ഇടപെടലും നടത്തരുത്. അത് if I have to request in English, I am requesting, please stop intervening in this matter because it's a sensitive issue. We are trying our best to solve the matter. Just to get credit, please don't intervene. It is our request. If you are sincere, you can do it privately, and the result will show in the releasing of Nimishapriya. This is a special appeal. I am not naming the person because I don't want to blame anyone. But you understand, he is not a Malayali. So I am requesting you not to intervene in this matter, in this function. That's all I want to say. മലയാളികളായ ചിലരും ഇതിനകത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ ഒരു സഹോദരിയാണ്, നമ്മുടെ ഒരു മകളാണ്, ഈ നാടിൻ്റെ മകളാണ്. ആ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ അനാവശ്യമായ ഇടപെടൽ നടത്തരുത്. ഒരു കാരണവശാലും അത് ഗുണം ചെയ്യില്ല. നമ്മുടെ മകളാണെങ്കിൽ എന്നാലോചിച്ച് നോക്കിയാൽ മതി. ഈ മകളുടെ സ്ഥാനത്ത് നമ്മുടെ മകളാണ് നിൽക്കുന്നതെങ്കിൽ എന്നാലോചിക്കുമ്പോൾ ഈ തരത്തിൽ ആരും പ്രവർത്തിക്കത്തില്ല. അതാണ് ഈ ഒരു കാര്യത്തിൽ. ഒരു യുദ്ധം കൊണ്ട് തകർന്ന ഒരു രാജ്യം, ആ യുദ്ധം കൊണ്ട് തകർന്ന രാജ്യത്തിൽ റൂൾ ഓഫ് ലോ ഇല്ലാത്ത ഒരു രാജ്യത്ത് ഒരു മലയാളിയായ സഹോദരിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. നിങ്ങൾ ഓർത്തു നോക്കണം, ആ സഹോദരിക്ക് ആ രാജ്യക്കാർ പോലും കൂട്ടു നിൽക്കുകയാണ്. ആ സഹോദരിക്ക് വേണ്ടി ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. കാരണം ചില കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. ആ രാജ്യക്കാർ പോലും ആ സഹോദരിക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമുക്കങ്ങനെ മാറി നിൽക്കാൻ സാധിക്കുമോ? അത് റൂൾ ഓഫ് ലോ ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു
എക്സിക്യൂഷനിലേക്ക് പോകുന്നത് നമ്മുടെ ഒരു സഹോദരി പോവുകയാണെങ്കിൽ ഇപ്പം നമ്മൾ എല്ലാം യൂറോപ്പും അമേരിക്കയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. യൂറോപ്പിൽ സ്റ്റാൻഡേർഡ്സിൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കടത്തമായ നിയമമാണ്. അപ്പോൾ നമുക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമ്മുടെ ഒരു സഹോദരിയെ മരണത്തിന് വിട്ടുകൊടുക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഒരു സ്പിരിറ്റ് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യങ്ങളും നിയമപരമായിട്ടുള്ള ഇടപെടലുകളും സാമൂഹികമായിട്ട് നമ്മൾ ചെലുത്തുന്ന സ്വാധീനങ്ങളും എല്ലാം വെച്ചിട്ട് നിമിഷപ്രിയയുടെ മോചനം യഥാർത്ഥത്തിൽ സാധ്യമാണോ? സാധ്യമാണ് എന്നുള്ള തെളിവാണ് എക്സിക്യൂഷൻ മാറ്റിവെച്ചത്. ബാക്കി ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ബാക്കി ചിലർ അവകാശവാദങ്ങളുമായിട്ട് വരുന്നു എന്നുള്ളത്, അത് എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ സിറ്റുവേഷനെ കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാൻ മലയാളി അല്ലാത്ത ഒരാളാണ് അത് ചെയ്യുന്നത്. അത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അദ്ദേഹത്തിന് വിഷമമായേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഗുഡ്നസ്സിലൂടെ ഈ ഒരു കാര്യം നമ്മുടെ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ അനാവശ്യമായ പബ്ലിക് ഇൻ്റർവെൻഷൻ നിങ്ങൾ പ്രൈവറ്റായിട്ട് ശ്രമിച്ചോളൂ, എന്നിട്ട് പ്രൈവറ്റായിട്ട് വെക്കൂ. അല്ലാതെ ഒരു ശ്രമം നടത്തി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി, ഇപ്പോൾ കാന്തപുരം ഉസ്താദൊക്കെ ഇതിനെ ആത്മാർത്ഥമായി ശ്രമിച്ചവരാണ്. അവരെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ കണ്ടെത്തണ്ട, നിങ്ങൾ ചെയ്തോളൂ. മറ്റൊരാളെ നമ്മൾ കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ട. ഇപ്പോൾ മാധ്യമങ്ങളുടെ തന്നെ തെറ്റായിട്ടുള്ള രീതിയിലുള്ള പല ഇടപെടലുകളെ പറ്റി പറഞ്ഞു, അതുപോലെ വ്യക്തിപരമായിട്ടുള്ള അത്തരം ഇടപെടലുകളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ അടുത്ത് ശ്രീ VS അച്യുതാനന്ദൻ മരണപ്പെട്ട ആ ഒരു സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കല്ലറയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു, അവിടെ പ്രാർത്ഥിക്കുന്നു, അതിനൊക്കെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന വളരെയേറെ വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പല മാധ്യമ പ്രവർത്തകരും സാമാന്യ മര്യാദ പോലും ലംഘിച്ചുകൊണ്ട് സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇതിനകത്തെ ഓരോരുത്തരുടെ വിശ്വാസവും ഓരോരുത്തരുടെ ആചാരങ്ങളുമാണ്. ചിലർ കല്ലറയിൽ പോയിട്ട് പ്രാർത്ഥിക്കും, മെഴുകുതിരി കത്തിക്കും, അത് ക്രൈസ്തവരുടെ ആചാരങ്ങൾ. അല്ലാത്തവർ അവരുടെ രീതിയിലുള്ള ആചാരങ്ങൾ, പൂവിടും, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾ ചൊല്ലും. എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം ദൈവദശകം എന്നുള്ള പ്രാർത്ഥന ചൊല്ലി ഒരു സ്വാമിയുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവരായിട്ടുള്ളവർ മെഴുകുതിരി കത്തിരിക്കും, പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ പോയിട്ടാണ് ഞാൻ ദിവസം തുടങ്ങുന്നത്, അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ ഞാൻ പോകുന്ന പോലെ തന്നെ അതേ സ്ഥാനം കൊടുത്തുള്ളവർ അവിടെ വന്ന് പോവുമായിരിക്കും. അവർ കുടുംബത്തിലെ അംഗം മരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ വരത്തില്ലേ? മറ്റു ചിലർ അവരുടെ വിശ്വാസപ്രകാരം, അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമില്ലെങ്കിൽ അവരുടെ രീതിയിൽ അവർ സ്നേഹം അവർ പ്രകടിപ്പിക്കും. അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് സമൂഹത്തിൽ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ അടച്ചാക്ഷേപിക്കുന്നത്, വിശ്വാസങ്ങളെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസമാണ്. അവർക്ക് വേണേൽ പറയാം, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം പറയാം. പക്ഷേ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നതും അതെല്ലാം അന്ധവിശ്വാസമാണെന്ന് പറയുന്നതും ശരിയായിട്ടുള്ളൊരു സമീപനമായിട്ട് ഞാൻ കരുതുന്നത്. എല്ലാ മതങ്ങളിലും ഇതുണ്ട്. എല്ലാ മതങ്ങളിലും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, ക്രൈസ്തവ മതത്തിലുമുണ്ട്. അപ്പം അതിനെ ഒരു തെറ്റിദ്ധാരണജനകമായ രീതിയിൽ പരത്തുന്നത് ശരിയല്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടൊരു വ്യക്തിയാണ് ശ്രീ രാജീവ് ഗാന്ധി. ഞാൻ ഡൽഹിയിൽ പോകാൻ എനിക്ക് എൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ടു പോകാൻ ഒട്ടും താല്പര്യമില്ല. പോകാനുള്ളൊരു കാരണം ശ്രീ രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണതെന്നുള്ളത്. അവിടെ മെയ് 21 ഞാൻ പരമാവധി പോകാൻ നോക്കുന്ന ഒരാളാണ്. അങ്ങനെയാണോ ഓരോരുത്തർക്ക്? ഞാൻ എൻ്റെ രീതിയിൽ പ്രാർത്ഥിക്കും, അവിടെ പോയി ഞാൻ എൻ്റെ രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അപ്പം അതിനെയും ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളില്ലേ. അതുകൊണ്ട് വിശ്വാസമില്ലാത്തവർ പ്രാർത്ഥിക്കേണ്ട, പോകണ്ട. പക്ഷേ മരിച്ചു കഴിഞ്ഞാലെങ്കിലും അദ്ദേഹത്തെ വെറുതെ വിടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഒരാഴ്ചയ്ക്ക് മുൻപ് ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തു. അതിനു മുൻപ്, മാസങ്ങൾക്ക് മുൻപ് ജബൽപൂരിൽ വൈദികരെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി. അതിനു മുൻപ് കലാപങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ മതേതരത്വം, നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്ന ആ മതേതരത്വം ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയാണ്. എന്താണ് അതിനോട് അഭിപ്രായം? അല്ല, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി, മൈക്രോസ്കോപ്പിലൂടെ പോലും വെച്ചാൽ കാണാൻ പറ്റാത്ത ഒരാൾക്കാരേ ഉള്ളൂ. ആ ആൾക്കാർ ഇന്ന് ക്ലെയിം ചെയ്യുകയാണ് അവരാണ് ഇവിടുത്തെ നിയമപാലകർ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. ആ കുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഇഷ്ടത്തിനാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിലാണ്
ആരും നിർബന്ധിച്ചിട്ടല്ല ഇവർ ഇവിടുത്തെ പോയത്. ആർക്കാണ് ഇതിനെ തടയാൻ പറ്റുക? റൈറ്റ് ടു ട്രാവൽ ഈസ് പാർട്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്. അങ്ങനെ റൈറ്റ് ടു ട്രാവൽ ഉള്ള ഒരു രാജ്യത്ത് വന്ന് ഈ ഗുണ്ടകൾ അവരുടെ നിയമം നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റും. ഭാരതത്തിൻ്റെ ഭരണഘടനയാണ് ഇവിടുത്തെ ഗ്രണ്ട് നോം, അല്ലെങ്കിൽ ഇവിടുത്തെ ബേസിക് റൂൾ. ആ റൂൾ ഓഫ് ലോ ഉറപ്പാക്കുന്ന ഈ ഭരണഘടനയാണ്. ഭരണഘടനാ നിയമങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഈ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി അവരുടെ റൂൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് അനുവദിക്കത്തില്ല. ഇവിടുത്തെ ഭാരതത്തിൻ്റെ ഭരണഘടനയെ ഇവിടുത്തെ ഭരണക്കാർ തകർത്തു എന്നുള്ളതിന് തെളിവാണ് ഈ നടന്ന സംഭവം. ആ സിസ്റ്റർമാരെന്താ അവർ ചെയ്ത് തെറ്റ്? അവരെ കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യുന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അവരുടെ ഇഷ്ടത്തിലാണ് ഇവർ കൊടുത്തു വന്നിരിക്കുന്നത്. അവർ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടവും അവരുടെ വിശ്വാസവുമാണ് അവർ ട്രാവൽ ചെയ്യുക എന്നുള്ളത്. അപ്പം അതിനെ തടയാൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. അതിനെ രാജ്യദ്രോഹ കുറ്റമാക്കി മാറ്റുന്നത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ഇത് ഭരണഘടനയുടെ തകർച്ചയാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ 11 വർഷക്കാലമായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു അവസ്ഥയുടെ റിഫ്ലക്ഷനാണ് ഛത്തീസ്ഗഡ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ജബൽപൂർ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇതേപോലത്തെ കലാപങ്ങൾ കാണിക്കുന്നത്. ഇവിടെ ഏത് വ്യക്തി ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവരുടെ ആചാരങ്ങൾ പിന്തുടരാനും ആ വിശ്വാസങ്ങൾക്കുള്ള റൈറ്റ് അനുവദിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഭരണഘടന. അതുകൊണ്ട് ഭരണഘടനയെ ചോദ്യം ചെയ്യുവാൻ ഭരണകർത്താക്കൾ നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് ആ കാര്യം പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ക്രിസ്ത്യാനികളോട്, ഇപ്പോൾ സിസ്റ്റേഴ്സ് ആയാലും അവർ ചെയ്യുന്ന സേവനങ്ങൾ ഒരുപാടുണ്ട്. കുഷ്ഠരോഗികളുടെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിൽ അവർ ചെയ്യുന്ന സേവനങ്ങളെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പലരും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പുറത്തേക്ക് ചെല്ലുമ്പോൾ മറ്റൊരു തരത്തിൽ അവരെ അടച്ചാക്ഷേപിക്കുകയും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിനോട് എങ്ങനെയാണ്? അല്ല, ഇവിടെ അരബനയിൽ കയറി കേക്ക് കൊടുക്കുക, അരബനയിൽ കയറി കുരിശ് കൊടുക്കുക, അരബനയിൽ മാതാവിൻ്റെ സ്വർണ്ണ കിരീടം വെക്കുക, പള്ളികൾ വെക്കുക. പക്ഷേ പുറത്ത് ചെല്ലുമ്പം ഏതെങ്കിലും അതിക്രമം നേരിടുമ്പോൾ എന്താണ് പ്രതികരണം, എന്താണ് റിയാക്ഷൻ? അത് വളരെ വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരട്ടത്താപ്പാണ്. ഇപ്പം ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു ഇൻഫ്ലുവൻഷ്യലാണെന്ന് കണ്ടിട്ട് അവരുടെ വോട്ട് തേടുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം. കേരളം വിട്ടു കഴിഞ്ഞാൽ അത്രയും ഇൻഫ്ലുവൻസ് ഇല്ല. അപ്പം അവർക്ക് ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥാനം ഉപയോഗിക്കുക. അപ്പം ഇത് അവസരവാദം. ഏതൊക്കെ സ്ഥലങ്ങളിൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടുമോ ആ ബെനിഫിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. അത് ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി, നിങ്ങൾ തിരിച്ചറിയണം എന്താ നടക്കുന്നത്. ഇവിടെ ചെല്ലുമ്പോൾ ഒരു നയം, കേരളത്തിലൊരു നയം, അതിൻ്റെ നേർ വിപരീതമായ നയം മറ്റൊരു സംസ്ഥാനത്ത്. അപ്പോൾ ഇത് നാളെ നിങ്ങളോട് ഇതായിരിക്കും സമീപനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് സജീവമാണോ? പ്രതിഷേധങ്ങളൊന്നും തന്നെ കണ്ടില്ലായിരുന്നു. അല്ല, ഛത്തീസ്ഗഡിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനം, എനിക്കതിന് നേരിട്ടൊരു എക്സ്പ്ലനേഷൻ തരാൻ ഉള്ള അവരോട് സംസാരിച്ചാലേ എനിക്ക് സാധിക്കത്തുള്ളൂ. പക്ഷെ അവിടെ അവരുടെ രീതിയിൽ പ്രതിഷേധങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ലോക്സഭാ MP-മാരും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള MLA-മാരും എത്രമേൽ ആവശ്യത്തോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവരെ പുറത്തിറക്കാനായിട്ടുള്ള എന്തുമാത്രം ക്രിയാത്മകമായിട്ട് അവർ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ല, അത് നിങ്ങൾ കണ്ടില്ലേ, എല്ലാ MP-മാരും ഇടതുപക്ഷത്തിൻ്റെ MP-മാരും അവിടെ പോയിട്ടുണ്ട്. അപ്പം കോൺഗ്രസിൻ്റെ MP-മാർ ശ്രീ ബെന്നി ബെഹനാൻ, ടീൻ കുര്യാക്കോസ്, സജി ജോസഫ്, റോജി ജോൺ MLA എല്ലാവരും അവിടെയായിരുന്നു. ഞാൻ ആക്ച്വലി ഇവിടെ ഇല്ലാത്തൊരു സമയമാണ്, അതല്ലെങ്കിൽ ഞാനും അവിടെ ചെന്ന് അവരോടൊപ്പം നിൽക്കേണ്ട ഒരാളാണ്. കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് BJP-യോട് ഒരു അനുഭാവം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് രാഷ്ട്രീയ സാഹചര്യത്തിനെ സ്വാധീനിക്കാനായിട്ട് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല. ജനങ്ങൾക്ക് അത് മതമാണെങ്കിലും ജാതിയാണെങ്കിലും അവർക്ക് അവരുടെ ഇഷ്ടമായിട്ടുള്ള രീതി തീരുമാനങ്ങൾ എടുക്കാം. ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യേണ്ട. ഇവിടെ പ്രത്യേക രീതിയിൽ വോട്ട് തേടാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പൊള്ളയാണ് എന്നുള്ളത് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു. ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഛത്തീസ്ഗഡ് തെളിയിക്കുന്നത് എന്താണ്? ഇവിടെ കാണിക്കുന്നത് ആത്മാർത്ഥതയുള്ള ശ്രമമല്ല എന്ന് കാണിച്ചു കഴിഞ്ഞു. അതെങ്കിൽ രണ്ട് നമ്മുടെ മലയാളി സഹോദരിമാർ NIA കോടതിയിലേക്ക് കേസ് വിട്ടു. എന്നിട്ട് ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ടാണ് ഇപ്പോൾ അതവിടെ പോകേണ്ട എന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായത്. ആ കോടതിയുടെ മുന്നിൽ ബജരംഗ് ദൾ പ്രവർത്തകർ കാണിച്ചത് എന്താണ്?
2 മലയാളി സഹോദരിമാരാണ്. അവർക്ക് വേണ്ടി എന്താണ് ഇവിടുത്തെ ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് അവർ പറയട്ടെ. പുതുപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ വന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പിതാവിൻ്റെ ആകാം താങ്കളുടെ ആകാം ഏറ്റവും വലിയ സ്വപ്നം എന്നുള്ള രീതിയിൽ പുതുപ്പള്ളിയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വികസന പ്രവർത്തനം ചോദിച്ചാൽ അതെന്തായിരിക്കും? എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പൂർത്തിയാക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, പേരിൽ ശ്രീ ഉമ്മൻചാണ്ടി ഉള്ളതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പുതുപ്പള്ളിക്കാർക്ക് വലിയൊരു പ്രതീക്ഷയും അതുപോലെ എന്താ പറയുക, തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ വലിയൊരു വികസന നായകനായിട്ട് വരാനായിട്ട് താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഒപ്പം പേഴ്സണലായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നു. വിവാഹത്തിനെ പറ്റി വരട്ടെ. വിവാഹത്തെ പറ്റി ഇങ്ങനെ പലരും ചോദിക്കുമ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയേണ്ട കാര്യമുണ്ട്. എല്ലാവരും വിവാഹം ചോദിക്കുന്നു, സന്തോഷമുണ്ടോ സമാധാനം ആരും ചോദിക്കാറില്ല. അതെന്താ? വിവാഹം സന്തോഷത്തിനും സമാധാനത്തിനും എതിരാണെന്നാണോ? അന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. വിവാഹത്തെ പറ്റി ചോദിക്കുന്നു, പക്ഷെ സന്തോഷമുണ്ടെന്ന് ചോദിക്കാറുണ്ട്. വിവാഹം എല്ലാ കാര്യങ്ങളിലും ചോദിക്കുന്നവർ എന്തുകൊണ്ട് സന്തോഷമുണ്ടെന്നോ സമാധാനമുണ്ടെന്ന് ചോദിക്കുന്നില്ല. ഇത് ഗുഡ്നെസ് എന്നല്ലേ ടിവിയുടെ പേര്. അപ്പൊ ആള് ഗുഡായിരിക്കുന്നതോട് അന്വേഷിക്കട്ടെ. അല്ല, വിവാഹവുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ സന്തോഷം സമാധാനം അല്ല, എന്താണ് വിവാഹത്തെ പറ്റിയുള്ള കൺസെപ്റ്റ് എന്താണ്? ഞാനിപ്പോ അത് പറയുന്നില്ല. വരുമ്പോ വരട്ടെ എന്നുള്ള തീരുമാനം. അല്ല, അതിന് സമയമാകുമ്പോൾ നമ്മൾ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ വാല്യുബിൾ ടൈം. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് ഒരുപാട് താങ്ക് യു. ഇനിയും ഭംഗിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.